നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു മത്സരം, സമ്മോഹനമായ മുഹൂർത്തങ്ങൾ കണ്ട പോരാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും കിടിലൻ നീക്കങ്ങൾ. ഒടുവിൽ സൗത്ത് കൊറിയ വീണു. കിടിലൻ ക്ലിയറൻസുകളും മറ്റുമൊക്കെ കളിക്കളത്തിൽ കണ്ടൊരു കളി. സൗത്ത് കൊറിയയുടെ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് മുതലെടുത്തുകൊണ്ട് റോമോ ഗോളടിക്കുന്നു. മെക്സിക്കോ ആ ഒറ്റ ഗോളിൻ്റെ ബലത്തിൽ വിജയിച്ച് കയറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, 2026 വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുന്ന ടീമായിട്ട് അവർ മാറിയിരിക്കുകയാണ്. സോ ലാസ്റ്റ് 32 എത്തുന്ന ആദ്യ ടീം മെക്സിക്കോ ഇപ്പോൾ 1-0 കൊറിയ റിപ്പബ്ലിക്കിനെ, സൗത്ത് കൊറിയൻ ടീമിനെ പരാജയപ്പെടുത്തുന്നു. ഇതോടുകൂടി ഗ്രൂപ്പ് എയിൽ നിന്ന് വിന്നേഴ്സായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇനി റൗണ്ട് ഓഫ് 32 ഒരു തേർഡ് പ്ലേസ് ടീമിനെ ആയിരിക്കും അവർ നേരിടാൻ പോവുക. അവരുടെ കളി മെക്സിക്കോ സിറ്റിയിലായിരിക്കും. എതിരാളി ആര് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നാലെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും കിം സ്യൂങ് ഗ്യൂവിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് അത് ലൂയിസ് റോമോക്ക് ഒരു ഗിഫ്റ്റായി മാറി. അത് മെക്സിക്കോയുടെ ഗോളായിട്ട് മാറി. പിന്നെ സ്റ്റേഡിയം അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. മത്സരത്തിൽ സൗത്ത് കൊറിയയും അവരുടേതായിട്ടുള്ള പോരാട്ട വീര്യം കൃത്യമായിട്ട് കാഴ്ചവെക്കുകയും നന്നായിട്ട് വെല്ലുവിളി നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഭാഗ്യമുണ്ടായില്ല. അതുപോലെ മികച്ച ക്ലിയറൻസുകൾ മെക്സിക്കോയുടെ ഭാഗത്ത് നിന്ന് കണ്ടു. ഈ ഒരു മത്സരത്തിൽ അൽവറാഡോയും ഹീമനസും കിനോണസും ഗ്യൂട്ടിയറസും റോമോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് മെക്സിക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചെങ്കിൽ, മറുഭാഗത്ത് പ്രധാനമായിട്ടും ഹ്യൂമിൻസൺ, കാങ്ങിൻ ലീ തുടങ്ങിയവരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സൗത്ത് കൊറിയ കളിച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 50-ാമത്തെ മിനിറ്റിലാണ് ഗോൾ കീപ്പറുടെ ഈ ഒരു ക്രൂഷ്യൽ മിസ്റ്റേക്ക് വരുന്നത്. അതിൽ പിടിച്ച് മെക്സിക്കോ റോമോയുടെ ഗോളിലൂടെ പിടിച്ചു കയറി. ഏതായാലും ഗ്രൂപ്പ് എയിൽ എല്ലാ ടീമുകളും 2 കളികൾ പൂർത്തിയാക്കുമ്പോൾ മെക്സിക്കോ 2 കളിയും വിജയിച്ച് 6 പോയിൻറ്റോടെ അവർ 1-ാം സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു. സൗത്ത് കൊറിയ 2 കളിയും 3 പോയിൻറ്റ്, രണ്ടാമതാണ്. ചെക്കിയക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും ഓരോ പോയിൻറ്റുകളേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.